സത്യം പറയലും രാമനുണ്ണി അത് ചെയ്യില്ല. തല്ലി കൊന്നിട്ടായാലും അവനെ കൊണ്ട് പറയിപ്പിക്കണം. രാമനുണ്ണി എന്നെ തല്ലല്ലേ രാമനുണ്ണി. രാമനുണ്ണി ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ അയ്യോ രാമനുണ്ണി എന്നെ തല്ലല്ലേ. അയ്യോ ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കോ. അയ്യോ എന്നെ കൊല്ലാക്കരുതേ. അയ്യോ 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 തല്ലല്ലേ. അയ്യോ തല്ലല്ലേ. ഉള്ളത് പറഞ്ഞോ. ചെയ്യാത്ത കാര്യത്തിന് ഞാൻ അകത്ത് പോവില്ല. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ പോവും. പറടാ പറയാൻ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബുള്ളറ്റ് മാറ്റിയിട്ടില്ല. കള്ള് മൂത്തപ്പ നീ കരഞ്ഞോട് പറഞ്ഞില്ലടാ നിനക്ക് കുമ്പസാരിക്കണോന്ന്. അതല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാടാ നിനക്ക് കുമ്പസാരിക്കാൻ? ഞാൻ പറയാം. ആ തന്തയിലെ കഴിവുറമാൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രചരണത്തിൽ തനിക്ക് വേണ്ടി വലിയ ആത്മാർത്ഥ അധ്വാനമൊന്നും വേണ്ടെന്നും പറഞ്ഞു. ആരെ? ആ ചെറ്റ ഉദയവാനു. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് തൻ്റെ പല ഇലക്ഷൻ സ്ട്രാറ്റജിയും അന്നത്തെ പ്രോഗ്രാമും ഒക്കെ അയാൾക്ക് പറഞ്ഞും കൊടുത്തു. ആരാ? ഉദയഭാനാണോ വിളിക്കാറ്? അല്ല, സുധി. ലാസ്റ്റ് എന്നാ വിളിച്ചത്? ലാസ്റ്റ് അന്ന് ഫുട്ബോൾ മാച്ച് നടന്നില്ലേ, അന്ന് വൈകിട്ട്. അന്ന് നീ എന്താ പറഞ്ഞത്? അന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കളി കാണാൻ പോവാന്ന് പറഞ്ഞു. എന്റെ പൊന്നു രാമനുണ്ണി, ഞാൻ വേറെ ഒരു തെണ്ടിത്തരം തന്നോട് ചെയ്തിട്ടില്ല. തോക്കി നുണ്ട മാറ്റുക പറഞ്ഞ അത്രയും വലിയ തെണ്ടിത്തരം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല. ഞാൻ വെറും ഒരു പോഴന, വെറും പോത്ത്. താൻ എന്നെ ഒന്ന് വിശ്വസിക്കും, അല്ലെങ്കിൽ കൊന്നോ. പിന്നെ ആരായിരിക്കും? പിന്നെ സാധ്യത ഓരോരാളാവാനാ. ഡിവൈഎസ്പി പോൾസൺ ദേവസി. തോക്ക് വീട്ടിൽ നിന്ന് സീസ് ചെയ്യുമ്പോൾ ഒരു ഉണ്ട മാറ്റാനാണോ അയാൾക്ക് പാട്? തന്നെ പെടുത്താനാണ് പാർട്ടി തീരുമാനിച്ചെങ്കിൽ ഏയ്, അയാളങ്ങനെ ചെയ്യില്ല. എന്നെ പെടുത്തിയ രക്ഷപ്പെടുന്നത് ഒറിജിനൽ പ്രതിയാ. അയാൾ അതിന് കൂട്ടിക്കില്ല. എങ്കിൽ താൻ ശരിക്കും ഓർത്ത് നോക്ക്. അന്ന് 6 ബുള്ളറ്റ് തന്നെ ലോഡ് ചെയ്തിരുന്നു എന്ന് തനിക്ക് ഉറപ്പാണോ? കിട്ടി. കോർ കമ്മിറ്റി മീറ്റിംഗിന്റെ അന്ന് രാവിലെ ഞാൻ റൈഫിൾ ക്ലബിൽ പ്രാക്ടീസിന് പോയിരുന്നു. 2 തവണ ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്തു. അതായത് 6 ബുള്ളറ്റ് വീതം. 3ാമത് ലോഡ് ചെയ്തിട്ട് 1 ബുള്ളറ്റ് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ആ സമയത്താണ് സാഗർ സാറിന്റെ ഫോൺ വന്നത്. 10 മണിക്ക് കൊച്ചിയിലെത്തണമെന്ന് പറഞ്ഞു. ഓ, ഇതിനൊക്കെ ആരെങ്കിലും സാക്ഷിയുണ്ടോ? ഉണ്ടടോ, ട്രെയിനർ സിബി ചാക്കോ. എന്റെ മാതാവേ. സോറിഡോ, വേദനിച്ചു. പോയാ മാതാവിനെ വിളിച്ച വാവണ്ടനെ വേറൊന്നും വിളിപ്പിക്കല്ലേ. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? തൊടുപുഴ CA കണക്ട് ചെയ്യും. നെക്സ്റ്റ് എപ്പിസോഡ് എപ്പോഴാന്ന് പറഞ്ഞില്ലല്ലോ. ആ ദീപക്കെ, ഓരോ വിഷ്വലും ഫ്രീസ് ചെയ്ത് സൂം ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഉപകരണം, പേര്, അങ്ങനെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും.
റൈഫിൾ ക്ലബിലെ ട്രെയിനർ സിബി ചാക്കോ. അയാളെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. നമുക്ക് മുന്നേ മീഡിയയ്ക്ക് അയാളെ കിട്ടരുത്. ഞാൻ ഉടനെ എത്തും. നിങ്ങൾ ഈ ചോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ഒരു വിചാരമുണ്ട്. കതറിട്ടവന്മാരൊക്കെ ധൈര്യമില്ലാത്ത നാറികളാണ്. അതുകൊണ്ടാണല്ലോ ഒരു ഉറപ്പുമില്ലാത്തൊരു കാര്യത്തിന് പട്ടിയെ തല്ലുന്ന പോലെ താനെന്നെ തല്ലിയത്. അതിന് താനൊരു എന്നോട് മിണ്ടാതിരുന്നില്ലേ? ആഹാ, മിണ്ടാതിരിക്കുന്ന ഒരു ശിക്ഷയാ? ഞാനെന്താ തൻ്റെ ഭാര്യയോ? തനിക്ക് തിരിച്ചു പോകണം. പോകുമ്പോൾ എന്തായാലും ഇനി ഒരുമിച്ച് പോകാം. അതകത്തേക്കായാലും പുറത്തേക്കായാലും. TC, ഞാൻ എത്ര സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്നാൽ രണ്ടുപേർക്കുള്ളിട്ട് ഞാൻ തന്നെ കൊള്ളണ്ടേ? ഞാനായിട്ട് എന്തിനാ തനിക്ക് കിട്ടാനുള്ളത് മുടക്കുന്നത്? ഓ, അങ്ങനെ. കിട്ടുമ്പോൾ എനിക്കും കിട്ടണം, തനിക്കും കിട്ടണം. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ചിരിക്കണ്ട. എന്തെങ്കിലും അറിഞ്ഞു? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഒന്നേ ഉള്ളൂ? അല്ല, വേറൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. ആന്റിസിപ്പേറ്ററി ബെയിൽ സെഷൻസ് കോടതി തള്ളി. ഹൈക്കോടതിയിൽ മറ്റന്നാ ഫയൽ ചെയ്യും. ഏയ് വേണ്ട, വെയിറ്റ് ചെയ്യാൻ പറ. പോലീസ് പറയുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എന്നിട്ട് മതി. പെട്ടെന്ന് വേണം. ആ DYSP പോൾസിന് ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട്. എന്തെങ്കിലും തുമ്പ് കിട്ടി ഇവിടുന്നെങ്ങാനും പൊക്കിയ ഞാനും കൂടി അകത്താ കുറ്റവാളികളെ ഒളിപ്പിച്ചതിന്. അതൊന്നും പേടിക്കേണ്ട ഹെലന. IPC 216 എക്സെപ്ഷൻ വെച്ച് ഭാര്യയാണ് ഒളിപ്പിച്ചെങ്കിൽ കേസെടുക്കാൻ പറ്റില്ല. ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനും എക്സെപ്ഷൻ ബാധകമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഇതിലെന്തത്ര മനസ്സിലാക്കാനുള്ളത്? ഹെലന, തൽക്കാലം ഇപ്പൊ എന്റെ മനസ്സിൽ ഈ പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതൊന്ന് സമാധാനമായിട്ട് തീരട്ടെ. പ്രേമിക്കാനും കെട്ടാനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എങ്ങനെ ജീവിക്കും, നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ആ ഒരു ഉറപ്പേ ഇപ്പൊ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഹലോ, ഒന്നും പറയണ്ട. ലവ് യു ടു. ആഹാ, ഇതിനിടയിലെ ഒന്നും പറയണ്ട. വളക്കല് കാര്യം. പോടും. സാക്ഷി അറസ്റ്റ് ചെയ്തത് ഏത് നിയമം വെച്ചാണ് സാർ? അറസ്റ്റ് ചെയ്തല്ല, മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാണ്. പ്ലീസ് മൂവ്. മാറി കൊടുക്കണം. സർ, ഇരിക്കും. പ്രോഗ്രാം കണ്ടായിരുന്നു? ഓ സർ, അതിൽ പറഞ്ഞ കാര്യം, അതായത് സിബിയുടെ പ്രസൻസിൽ നടന്ന കാര്യം ഒന്ന് ഡീറ്റെയിൽ ചെയ്യണം. ഡേറ്റ് ഓർമ്മയില്ല. ഡെയിലി രജിസ്റ്റർ നോക്കിയാൽ കൃത്യമായിട്ട് പറയാം. അതൊക്കെ പിന്നെ നോക്കാം. പറയൂ. ഈ സ്റ്റാൻസിൽ നിന്ന് കഴിഞ്ഞാൽ റീകോയിൽ നമ്മുടെ കൺട്രോളിൽ വരും. ലിഫ്റ്റ് ആൻഡ് ഫയർ. ട്രൈ. ലോഡ് ചെയ്യും. സർ, ഫോൺ. ഹലോ സാർ, ഞാനിപ്പോൾ തൊടുപുഴയിലാണ്. ആണോ? ഓ, ഞാനെത്താം സാർ. ശരി. സാഗർ സാറാ, പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അല്ല, ഇത് ഫിനിഷ് ചെയ്ത് പോയാൽ പോരെ? എന്തായാലും ലോഡ് ചെയ്തല്ലേ? അല്ല, 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം പിടിച്ചാലേ എത്താൻ പറ്റൂ. പിന്നീട് എന്തെങ്കിലും രാമനുണ്ണി വന്നിട്ടുണ്ടോ? അവസാനമായിട്ട് എന്നാ വന്നത്? ഓക്കെ, ആ ഡെയിലി രജിസ്റ്ററിന്റെ റിലവന്റ് പേജ് ഒന്ന് മെയിൽ ചെയ്തേക്ക്. ഷുവർ സർ. സർ, പ്രൊസീജിയർ സിമ്പിൾ. ADGP ഇന്റലിജൻസ് ICERT DGക്ക്, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം DGക്ക് ഒരു റിക്വസ്റ്റ് മെയിൽ ചെയ്യണം. മാക്സിമം 48 മണിക്കൂർ. ദ സൈറ്റ് വിൽ ബി ബ്ലോക്ക്ഡ്. പേടിക്കേണ്ടെന്ന് തോന്നുന്നു. സർ, അടുത്ത എപ്പിസോഡ് എന്ന്, എപ്പോൾ എന്നവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ സർ. മാധ്യമങ്ങളെ കാണാൻ അനുവദിക്കാതെ 2 മണിക്കൂറോളം തൊടുപുഴ CI ഓഫീസിൽ തടഞ്ഞുവെച്ച സിബി ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. ഞാൻ പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് പർസ്യൂട്ടിൽ തന്റെ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് കാണാതായതിനെക്കുറിച്ച് രാമനുണ്ണി പരാമർശിച്ച സംഭവം തികച്ചും സത്യമാണെന്ന് സിബി ചാക്കോ മാധ്യമങ്ങളോട് ആവർത്തിച്ചു.